കുടുംബവും അമ്പംകുരം പരിരക്ഷിക്കപ്പെടണമെന്ന എല്ലാ സുമനസ്സുകളുടെയും വികാരമാണ് ഭാരതത്തിന്റെ പരമോന്നത കോടതിയിൽ നിന്നും 26 ആഴ്ച പ്രായമായ കുഞ്ഞിനെ കൊല്ലാനാവില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒക്ടോബർ 16-നും സ്വവർഗ വിവാഹം സാധ്യമല്ലെന്ന് കാണിച്ചുകൊണ്ട് ഒക്ടോബർ 17-നുമുണ്ടായ ചരിത്ര പ്രസിദ്ധമായ വിധികൾ. ഉദരത്തിൽ വഹിക്കുന്ന അമ്മയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് എന്ത് ന്യായം? ഭാരതത്തിന്റെ സുപ്രീം കോടതി ചോദിച്ചു. സ്വന്തം ശരീരത്തിൽ അമ്മയ്ക്കുള്ള അവകാശം പോലെ സ്വന്തം ജീവന്റെ കാര്യത്തിൽ ആ കുഞ്ഞിനും അവകാശമില്ലേ? അമ്മയ്ക്ക് വേണ്ടി വാദിക്കുവാൻ പ്രഗത്ഭരായ അഭിഭാഷകരുണ്ട്. ആ കുഞ്ഞിനു വേണ്ടി ആര് വാദിക്കും? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തുറന്ന കോടതിയിൽ ഉയർത്തിയ ചോദ്യം ഗർഭചിത്രം നടത്തുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന എല്ലാവരുടെയും മനസാക്ഷിയിൽ ഭാവിയിൽ പെരുമ്പറ പോലെ മുഴങ്ങും. ജീവന് സംരക്ഷണം കൊടുക്കുന്നതിനും കുടുംബ ബന്ധങ്ങളുടെ ഭദ്രത ഉറപ്പാക്കുന്നതിനും വേണ്ടി പരമോന്നത കോടതിയിൽ നിന്നുമുണ്ടായ ഈ രണ്ട് വിധികളും ജീവന് സംരക്ഷണം കൊടുക്കുന്നതിനുള്ള ഭാരതത്തിലെ മോദി സർക്കാരിന്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെയും ജാഗ്രതയോടെയുള്ള ഇടപെടലിന്റെയും ഫലമായി ഉണ്ടായതാണ്. ജീവന്റെ വിലയും കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയിലും പ്രതിബദ്ധതയുള്ളവരെല്ലാം ഇക്കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാടിനെ അഭിനന്ദിക്കും. 2 മക്കളുള്ള ഒരു 27-കാരിയാണ് 26 ആഴ്ച പ്രായമുള്ള ഗർഭം അലസിപ്പിക്കണം എന്ന പ്രാർത്ഥനയുമായി ഒക്ടോബർ 9-നാണ് പരമോന്നത കോടതിയിൽ എത്തിയത്. തനിക്ക് പ്രസവാനന്തരം വിഷാദരോഗം ഉണ്ടെന്നും അതുകൊണ്ട് കുഞ്ഞിനെ നോക്കാനാവില്ലെന്നുമായിരുന്നു അവരുടെ വാദം. ആദ്യത്തെ 2 കുട്ടികളെ നോക്കുന്നത് അമ്മായിയമ്മയാണെന്നും അവർക്ക് 3ാമത്തെ കുട്ടിയെ കൂടി നോക്കാനാവില്ലെന്നും അവർ വാദിച്ചു. 6 മാസം പിന്നിട്ട ജീവനെ കൊല്ലുന്നതിന് ഗർഭം അലസിപ്പിക്കുവാൻ സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ച് അനുമതി നൽകി. കേന്ദ്ര സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു. കോടതി കൊടുത്ത അനുമതി പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ വൈകുന്നേരം 4 മണിക്ക് അഭ്യർത്ഥിച്ചു. ജീവന് വേണ്ടി അവർ കോടതിയിൽ ശക്തമായി വാദിച്ചു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിൽ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞാണിതെന്ന് കണ്ടെത്തിയെന്നും കുഞ്ഞിന്റെ ഹൃദയം സാധാരണഗതിയിൽ മിടിക്കുന്നുണ്ടെന്നും അവർ കോടതിയെ അറിയിച്ചു. ആ കുഞ്ഞിനെ കൊല്ലരുത്, അവർ ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ചു. സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകാതിരുന്നെങ്കിൽ ഇത്തരം ഒരു വിധി ഉണ്ടാകുമായിരുന്നില്ല. സർക്കാരിന്റെ ആവശ്യം കേട്ട ചീഫ് ജസ്റ്റിസ് വിധി പുനഃപരിശോധിക്കുന്നതിന് ഹർജി കൊടുക്കുവാൻ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയോട് ആവശ്യപ്പെട്ടു. സോളിസിറ്റർ ജനറൽ നടത്തിയ ഈ അസാധാരണമായ ഇടപെടലിൽ പിന്നീട് ജസ്റ്റിസ് നാഗരത്നമ്മ അസംതൃപ്തി പ്രകടിപ്പിച്ചു. ഏതായാലും സംഗതികൾ ജീവന് അനുകൂലമായി നീങ്ങി. സർക്കാർ പരാതി കൊടുത്തു. ജസ്റ്റിസ് ഹിമ കോഹ്ലി, BV നാഗരത്നമ്മ എന്നിവരടങ്ങുന്ന പ്രത്യേക ബെഞ്ചിനെ തീരുമാനമെടുക്കുവാൻ നിയോഗിച്ചു. ജഡ്ജിമാർക്ക് ഏക അഭിപ്രായത്തിൽ എത്താനായില്ല. നാഗരത്നമ്മ കൊലപാതകത്തിന് അനുകൂലമായും ഹിമ പ്രതികൂലമായും വിധി പ്രഖ്യാപിച്ചു. ഭിന്നവിധി വന്നതോടെ തീരുമാനം എടുക്കുന്നതിന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ജഡ്ജിമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചിനെ നിയോഗിച്ചു. ആ ബെഞ്ചാണ് ഒക്ടോബർ 16-ന് 6 മാസം പിന്നിട്ട ഗർഭം അലസിപ്പിക്കരുത് എന്ന ചരിത്രപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത്. സ്വന്തം ശരീരത്തിൽ സ്ത്രീക്കുള്ള അവകാശം പോലെ പ്രധാനമാണ് ഗർഭസ്ഥ ശിശുവിന്റെയും അവകാശം. കുഞ്ഞിനു വേണ്ടി ആരും കോടതിയിൽ ഹാജരാകുന്നില്ല. കോടതി വിധിയിലൂടെ എങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലാനാവും? കോടതിക്ക് കുഞ്ഞിനെ കൊല്ലാനാവില്ല. കുഞ്ഞിന്റെ ഹൃദയം നന്നായി മിടിക്കുന്നു എന്ന് കണ്ട എയിംസിലെ ഡോക്ടർമാരോട് ഹൃദയമിടിപ്പ് നിർത്താൻ പറയണമോ? കോടതി ചോദിച്ചു. മെഡിക്കൽ ബോർഡിലെ വിദഗ്ധയും കുഞ്ഞിനെ കൊല്ലുന്നതിന് എതിരായിരുന്നു കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എന്തെല്ലാം നയങ്ങളോട് എതിർപ്പുള്ളവരായാലും ജീവനെ ആദരിക്കുന്നവരെല്ലാം ജീവന് വേണ്ടി സർക്കാർ കോടതിയിൽ എടുത്ത അസാധാരണമായ നിലപാടിനെ കലവറയില്ലാതെ ആദരിക്കുന്നു. അതുപോലെ സുപ്രധാനമായി സ്വവർഗ വിവാഹത്തിന് നിയമസാധുത അനുവദിക്കാനാവില്ലെന്ന ഒക്ടോബർ 17-ലെ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും. സ്വവർഗ വിവാഹം മൗലികാവകാശം അല്ലെന്ന് കോടതി തീർത്തു പറഞ്ഞു. ഭാരതത്തിലെ പുരോഗമനക്കാരെന്ന് അവകാശപ്പെടുന്ന പലരും പരസ്യമായി സ്വവർഗക്കാർക്ക് അനുകൂല നിലപാട് എടുത്തിട്ടും കേന്ദ്ര സർക്കാർ സ്വവർഗ വിവാഹത്തിന് ശക്തമായി എതിരുനിന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ SK കൗൾ, SR ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവർ പുറപ്പെടുവിച്ച വിധിയിൽ സ്വവർഗ ബന്ധങ്ങളെക്കുറിച്ച് കോടതി ഹൃദയപൂർവ്വം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്.
അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിരീക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നുമുണ്ട്. സ്വവർഗ അനുരാഗികൾക്ക് പങ്കാളികളെ കണ്ടെത്തുവാൻ അവകാശമുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കാം. പക്ഷേ ഇന്നത്തെ നിയമമനുസരിച്ച് സിവിൽ യൂണിയനായി അംഗീകാരം കിട്ടില്ല. പങ്കാളികൾക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞ കോടതി പക്ഷേ കുട്ടികളെ ദത്തെടുക്കുവാൻ അവകാശമില്ലെന്നും വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരായിരുന്നു. എന്നാൽ മറ്റു 3 പേർ ഒരേ നിലപാട് എടുത്തു. സ്വവർഗ പങ്കാളിത്തം സിവിൽ യൂണിയൻ അല്ലെന്നും അതുകൊണ്ട് കുട്ടികളെ ദത്തെടുക്കാനാവില്ലെന്നും ഇവർ നിലപാടെടുത്തു. ജസ്റ്റിസ് ഭട്ട് തയ്യാറാക്കിയ വിധിയോട് മറ്റു 2 പേർ യോജിച്ചു. ഇത്തരം പങ്കാളിത്തം നാഗരികമോ വരേണ്യമോ അല്ല. ഇതിന് അംഗീകാരം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർലമെന്റ് ആണ് തുടങ്ങിയ കാര്യങ്ങളും ആ വിധി ചൂണ്ടിക്കാട്ടി. സ്വവർഗ പങ്കാളികൾക്ക് റേഷൻ കാർഡ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, അനന്തരാവകാശം എന്നിവ ലഭിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ ഇത്തരം ഒരു സമിതി രൂപീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത ആവശ്യപ്പെട്ട് ഹൈദരാബാദ് സ്വദേശികളായ സുപ്രിയോ ചക്രവർത്തിയും അഭയ് ദാംഗും സമർപ്പിച്ച ഹർജി ഉൾപ്പെടെ 22 ഹർജികളിലാണ് കോടതി വിധി പറഞ്ഞത്. 10 ദിവസത്തെ വാദം കേട്ട ശേഷമായിരുന്നു വിധി. മെയ് 11-ന് വാദം പൂർത്തിയായി. ലോകത്തിലെ 34 രാജ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളതാണ് സ്വവർഗ വിവാഹം എങ്കിലും കുടുംബം എന്ന സ്ഥാപനവുമായി ചേരുന്നതല്ല സ്വവർഗ ബന്ധങ്ങൾ എന്ന് സർക്കാർ വാദിച്ചു. സ്വവർഗ വിവാഹം നഗരങ്ങളിലെ വരേണ്യവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. വിവാഹം എന്ന സങ്കല്പം തന്നെ എതിർ ലിംഗക്കാർ തമ്മിലാണെന്നും സ്വവർഗ വിവാഹം അനുവദിക്കാത്തത് ആരുടെയും മൗലികാവകാശ ലംഘനമല്ലെന്നും സർക്കാർ വാദിച്ചു. അതും കോടതി അംഗീകരിച്ചു. സുപ്രീം കോടതിയുടെ തീരുമാനം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരത സംസ്കാരത്തിന്റെ മഹത്വം ഉയർത്തിക്കാണിക്കുന്ന ഒന്നാണ്. കുടുംബത്തിന്റെ പവിത്രതയ്ക്കുള്ള അടിവര ഇടലാണ്. സ്വവർഗ അനുരാഗികളെ അംഗീകരിക്കുകയും അവരുടെ ബന്ധം കുറ്റകരമല്ലെന്ന് സമ്മതിക്കുമ്പോഴും അവ വിവാഹമല്ല എന്ന ഭാരതത്തിന്റെ നിലപാട് പരിഷ്കൃത ലോകത്തിനാകെ മാതൃകയാണ്. ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ഉറച്ച നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ലോകത്താകെ തുടർക്കഥയാവുകയാണ്. ഭൂമി കുലുക്കത്തിന്റെയും പ്രളയത്തിന്റെയും കഥകൾ ദിവസേന എന്നോണം ഉണ്ടാകുന്നു. ഒക്ടോബർ 7 മുതൽ 15 വരെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായത് 3 ഭൂകമ്പങ്ങളാണ്. ഓരോന്നിലും 1000 പേർ വീതം മരിച്ചെന്നാണ് ആദ്യ വിവരങ്ങൾ. ആകെ 3000 പേർ മരിച്ചു. ലിബിയയിലെ വെള്ളപ്പൊക്കത്തിൽ സെപ്റ്റംബറിൽ മരിച്ചത് 4000 പേർ എന്നാണ് പുറത്തുവന്ന കണക്കുകൾ. മൊറോക്കോയിൽ സെപ്റ്റംബറിൽ ഉണ്ടായ ഭൂമി 1000 പേർ. ഇറാനിലും ഡൽഹിയിലും ലിബിയയിലും മൊറോക്കോയിലും മരിച്ച എണ്ണം മാത്രം. അവ നമ്മുടെ മനസ്സിനെ തൊടാറില്ല. അത് യുക്രൈനിലെ യുദ്ധത്തിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണമായാലും ഹമാസുകാർ കശാപ്പ് ചെയ്യുന്ന ഇസ്രയേലിയരായാലും നമുക്ക് വ്യത്യാസമില്ല. സിക്കിമിൽ പുലർച്ചെ 1 നാം നിസ്സംഗതയോടെ വായിക്കുന്നു. ഒന്നും കണ്ടില്ലെന്ന മട്ടാണ് ജീവിതം. പക്ഷേ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും കാലം തെറ്റിയുള്ള മഹാമാരികളും കൊടിയ വരൾച്ചയും സഹിക്കാനാവാത്ത എല്ലാം അസാധാരണ സംഭവങ്ങൾ അല്ലാതെ. സമീപകാലത്ത് എത്ര തവണയാണ് കേരളം സംസ്ഥാനത്ത് ഒക്ടോബർ 2-ാം വാരത്തിലും ഉണ്ടായി വെള്ളപ്പൊക്കം. അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പൊഴി തുറന്നു വിട്ടിട്ടും കായലിലെ വെള്ളം കടലിലേക്ക് പോകുന്നില്ല. വിഷയമെന്ന് സാധാരണക്കാർ വരെ തിരിച്ചറിയുന്നു. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ പതിവ് കാഴ്ച പോലെയായി. കാട്ടാന മാത്രമല്ല, മയിലും കുരങ്ങും വയോധികരെ ചവിട്ടിക്കൊന്നു. ഈ മനോഭാവനായ ഫ്രാൻസിസ് പാപ്പ ഉയർത്തി കാണിക്കുന്ന മുഖക്കണ്ണാടിയാണ് അദ്ദേഹത്തിന്റെ പുതിയ ചാക്രിക ലേഖനം ലൗദാത്തോ ദേയും. 2015 എഴുതിയ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിന്റെ 2-ാം ഭാഗമോ പൂരകമോ ആണ് ഈ രേഖ. ഇക്കാലത്തെ അനുഭവത്തിൽ നിന്നും ലൗദാത്തോ സി ഉയർത്തിയ ആശങ്കകളോട് മതിയായ പ്രതികരണം നമ്മിൽ നിന്നും ഉണ്ടാകുന്നതായി തോന്നുന്നില്ല. പാപ്പ വേദനയോടെ പറയുന്നു. ദുരന്തത്തിലേക്ക് നീങ്ങുന്ന അജഗണത്തെ നോക്കി നിസ്സഹായതയോടെ ചങ്കുപൊട്ടുന്ന
കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒരു നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതങ്ങളെ കൂടുതൽ അപകടത്തിലാക്കും. പാലനം, തൊഴിലവസരങ്ങൾ, വിഭവങ്ങളുടെ ലഭ്യത, ഭവന നിർമ്മാണം, നിർബന്ധിത കുടിയേറ്റം തുടങ്ങിയ മേഖലകളിൽ ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. നിഷേധിക്കുന്നതിനും ഒളിച്ചുവെക്കുന്നതിനും അവഗണിക്കുന്നതിനും ആപേക്ഷികമാക്കുന്നതിനും ഉള്ള എല്ലാ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് പാപ്പ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം നമുക്കൊപ്പമുണ്ട്, കൂടുതൽ പ്രകടമായി വരികയും ചെയ്യുന്നു. അടുത്ത കാലത്തായി കടുത്ത കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നു എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇടയ്ക്കിടെ വരുന്ന അസാധാരണമായ ചൂടിന്റെയും വരൾച്ചയുടെയും നാളുകൾ എന്നിവയും ഭൂമി നടത്തുന്ന പ്രതിഷേധത്തിന്റെ മറ്റ് നിലവിളികളും എല്ലാവരെയും ബാധിക്കുന്ന നിശബ്ദമായ രോഗത്തിന്റെ തൊട്ടറിയാവുന്ന ദുരന്തവും ആഗോള കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് പറയാനാവില്ല എന്നത് അംഗീകരിക്കുന്നു. എന്നാൽ മനുഷ്യർ ഉണ്ടാക്കുന്ന പ്രകോപനം മൂലം കൂടുതൽ അടുക്കൽ ഉള്ളതും തീക്ഷ്ണവുമായ കടുത്ത പ്രതിഭാസങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. ആഗോള താപനിലയിൽ °C വർധന ഉണ്ടാകുമ്പോൾ ചില പ്രദേശങ്ങൾ രൂക്ഷമായ ചൂടുകാറ്റ് അടിക്കുകയും മറ്റ് ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകുകയും ചെയ്യുന്നതായി നാം മനസ്സിലാക്കുന്നു. ഇതുവരെ ഓരോ വർഷവും വല്ലപ്പോഴാണ് ചൂടുകാറ്റ് വീശിയിരുന്നതെങ്കിൽ ആഗോള താപനിലയിൽ 1.5 വർധന ഉണ്ടായാൽ എന്താവും സംഭവിക്കുക? അത് ആസന്നമായിരിക്കുന്നു. ഈ ചൂടുകാറ്റുകൾ കൂടുതൽ അടുക്കലാവും, കൂടുതൽ രൂക്ഷവും ആകും. ആഗോള താപനില 2 കൂടി ഉയർന്നാലോ മാനവകുലത്തിനാകെ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികളും അന്റാർട്ടിക്കയുടെ സിംഹഭാഗവും ഉരുകി ഇല്ലാതാകും. കഴിഞ്ഞ 50 വർഷം കൊണ്ട് ചൂട് ഒരിക്കലും ഇല്ലാത്തതുപോലെ കൂടി. കഴിഞ്ഞ 200 വർഷത്തിലെ ഏറ്റവും ഉയർന്ന അളവിലെത്തി. ഇക്കാലത്ത് ഒരു ദശാബ്ദത്തിൽ 0.15 വെച്ച് ചൂട് കൂടുകയായിരുന്നു. കഴിഞ്ഞ 150 വർഷത്തിന്റെ ഇരട്ടിയാണിത്. 1850 മുതൽ ആഗോള 1.1 ഇന്നത്തെ നിരക്കിൽ 10 വർഷം 5°C എന്ന പരമാവധി ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രമല്ല ഈ വർധന ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിൽ നിരവധി കിലോമീറ്റർ ഉയരത്തിലും ഉണ്ടാവും. സമുദ്രങ്ങളുടെ ഉപരിതലത്തിലും അവയുടെ അടിയിലും ഈ പ്രത്യാഘാതം പ്രതിഫലിക്കും. സമുദ്രങ്ങളുടെ അമ്ലീകരണം വർദ്ധിക്കും. ഓക്സിജൻ ലെവൽ മഞ്ഞുപാളികൾ അപ്രത്യക്ഷമാകും. സമുദ്രനിരപ്പ് സ്ഥിരമായി ഉയർന്നുകൊണ്ടിരിക്കും. സമുദ്രങ്ങളുടെ ആഗോള താപീകരണത്തിലെ വർധന അവയുടെ അമ്ലീകരണം പ്രത്യാഘാതങ്ങൾ ഒരിക്കൽ ഉണ്ടായാൽ ഏതാനും നൂറ്റാണ്ടുകളിലേക്ക് എങ്കിലും തിരിച്ചു പിടിക്കാനാവുകയില്ല. സമുദ്രജലത്തിന് ഒരു തെർമൽ ഇനേർഷ്യയുണ്ട്. നിരവധി ജീവികളുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന അവയുടെ താപനിലയും ഉപ്പരസവും ലാക്കുവാൻ നൂറ്റാണ്ടുകൾ വേണം. യാത്രക്കിടയിൽ നമ്മുടെ സഹയാത്രികർ എന്ന പദവി വിട്ട് ഇരകളായതിനും അപ്രത്യക്ഷമായതിലൂടെയും നൽകുന്ന സൂചനകളിൽ ഒന്നാണിത്. മഞ്ഞുപാളികളുടെ ക്ഷയിക്കലിന്റെ കാര്യത്തിലും ഇത് തന്നെ പറയും. പഴയ നിലയിലാക്കുവാൻ സാധിക്കില്ല. കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല ഘടകങ്ങളുണ്ട്. അവയ്ക്ക് നിമിത്തമായ സംഭവങ്ങളിൽ നിന്നും സ്വതന്ത്ര നാം ഉണ്ടാക്കിയ ഭീകരമായ നാശം കൂടുതൽ ദാരുണമായ ദുരന്തം മാത്രമാണ് നമുക്ക് സാധിക്കുക. മാർപ്പാപ്പ പറയുന്നു, ഒരു പാരിസ്ഥിതിക മാനസാന്തരം ഉണ്ടാവണം. ബൈബിളിൽ പറയുന്നത് അനുസരിച്ച് കൃഷി ചെയ്യാനും സംരക്ഷിക്കുവാനുമായി ദൈവം ഏൽപ്പിച്ച പ്രപഞ്ചത്തിന്റെ സംരക്ഷണം എല്ലാ മനുഷ്യരുടെയും ഒന്നാം പ്രപഞ്ചം അധിവാസ യോഗ്യമല്ലാതാകും.
മൂന്നാം ലോക മഹായുദ്ധം പല ഭാഗങ്ങളായി നടക്കുന്നതിന്റെ നിലവിളികളാണ് ലോകത്താകെ ഉയരുന്നത്. ഒക്ടോബർ 7 ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുകയാണ്. ആഭ്യന്തര കലാപങ്ങളുടെ അടിച്ചമർത്തലുകളുടെയും തീവ്രവാദി പ്രവർത്തന ഇന്ന് എത്ര പേർ മരിച്ചു, എവിടെയെല്ലാം തകർക്കപ്പെട്ടു എന്നാണ് വിഷയത്തിൽ താല്പര്യമുള്ളവരുടെ കൗതുകം. ഭൂരിഭാഗം ജനങ്ങളും ഒന്നോ രണ്ടോ ദിവസം കഴിയുന്നതോടെ വേറെ വിഷയം തേടി പോകുന്നു. എല്ലാ യുദ്ധത്തിലും ആദ്യം നശിക്കുന്നത് സത്യമായതുകൊണ്ട് മാധ്യമങ്ങളിൽ വരുന്നതൊന്നും ആവില്ല സത്യം എന്ന് എല്ലാവർക്കും അറിയാം. ഓരോ കൂട്ടരും തങ്ങൾ ജയിക്കുന്നു എന്നാവും കമാൻഡർ ബിലാൽ അൽ ഗദ്രിയെ വധിച്ചു എന്ന് ഇസ്രയേൽ പറയുമ്പോൾ ഹമാസ് വീണ്ടും പൊട്ടിച്ച ബോംബുകളുടെ കഥയുമായി വരുന്നു. മാധ്യമങ്ങളുടെ പക്ഷം അനുസരിച്ചാണല്ലോ അവരുടെ വിവരങ്ങളും. ഹമാസുകൾ നടത്തിയ ഹീനമായ ആക്രമണത്തെ അപലപിച്ചവർ പോലും എന്ന് പറയുന്ന ആക്രമണത്തെ അപലപിച്ചു. അപ്പോഴാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഒന്നും നോക്കല്ലേ എന്ന ഉപദേശം ഇറാനും കൂട്ടാളികളും ഹമാസിനെ സഹായിക്കും എന്ന് പറഞ്ഞ് കളത്തിൽ തന്നെ ഉണ്ട്. യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നവർ സുരക്ഷിതരായിരിക്കും. അവർക്കോ കുടുംബാംഗങ്ങൾക്കോ പോലുമോ പരിക്കുണ്ടാകാറില്ല. കൊല്ലപ്പെടുന്നത് സാധാരണ അന്നത്തെ അപ്പത്തിനു വേണ്ടി അനുദിനം കഷ്ടപ്പെടുന്നവർ. അവരുടെ ജീവനും വീടും വസ്തുക്കളും എല്ലാം നശിപ്പിക്കപ്പെട്ടു. കുടുംബം പോറ്റാനാണ്, ചാവേറാകുവാൻ അല്ല. യുദ്ധം നടത്തുന്നവർക്ക് പരിക്കില്ല. ഞങ്ങളുടെ വീട്ടുകാരെ കൊല്ലാം. എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്ത് ഒളിച്ചു പോകും മുഖം. ഇവിടെ ഫ്രാൻസിസ് പാപ്പ പറയും, യുദ്ധത്തിൽ ഓരോ വിശ്വാസിയും പക്ഷം ചേരണം, സമാധാനത്തിന്റെ പക്ഷം. എല്ലാ വിശ്വാസികളോടും സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആഗോള സഭ ഒക്ടോബർ 27 ദേശത്തെ സമാധാനത്തിനായി പ്രാർത്ഥനാ ദിനം ആചരിക്കുന്നു. അതുമാത്രമാണ് രക്ഷാമാർഗം. ദൈവം ലോക നേരിട്ടെ. 2024 ലോക മുന്നണിയുടെ തുറുപ്പുചീട്ടാവുകയാണ് ോട് മുന്നണിക്കുണ്ടായിരുന്ന രാഷ്ട്രീയ ബോധമാണ്. മുന്നോക്കക്കാർ ഭൂരിപക്ഷമായ തങ്ങളെ ഭരിക്കുന്നു എന്ന ചിന്ത അവരിൽ ശക്തമായുണ്ടെന്നും അത് തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ജാതി സെൻസസ് എന്ന മുദ്രാവാക്യത്തിന് സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിക്കൊണ്ട് VP സിംഗ് കളിച്ച കളിയുടെ ഏതാണ്ട് പുനരാവർത്തനമാവും നടക്കുന്നത്. അന്ന് ദേവിലാലുമായുള്ള പോരാട്ടത്തിൽ സോഷ്യലിസ്റ്റുകളെ ഒപ്പം കിട്ടാൻ വേണ്ടി മാത്രമാണ് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുവാൻ തീരുമാനിച്ചതെന്നും വ്യക്തിപരമായി അദ്ദേഹത്തിന് തീരെ താല്പര്യം ഇല്ലാതെയാണ് പ്രഖ്യാപനം നടത്തിയതെന്നുമാണ് കഥ. മോദി കൊത്തുന്നു എന്നതിന്റെ അടയാളമാണ്. പിന്നോക്ക ചൂണ്ടിക്കാണിക്കുന്നതും കൃത്യമായ ലക്ഷ്യം. 1994
ആയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതും പ്രധാനമന്ത്രി OBC-കാരനല്ലല്ലോ എന്ന BJP പ്രതിരോധത്തെ നേരിടാൻ തന്നെയാണ്. ഷാബാനു കേസിൽ രാജീവ് വഴിവിട്ട് മുസ്ലിമുകൾക്ക് ഒപ്പം നിന്നതിലൂടെ ഹിന്ദുക്കളുടെ സാമുദായിക പിന്തുണ നഷ്ടപ്പെട്ട രാജീവ് ബാബറി മസ്ജിദിൽ ആരാധന നടത്തുവാൻ ഹിന്ദുക്കളെ അനുവദിച്ചതിലൂടെ മുസ്ലിമുകളുടെ നിലപാടിലൂടെ കോൺഗ്രസിന് BJP അവരുടെ വോട്ട് ബാങ്ക് ശക്തമാണ്. എങ്കിലും അവരുടെ ആവശ്യം കഴിയുമ്പോൾ നിബന്ധനകൾ അംഗീകരിക്കുന്ന മുസ്ലിം വ്യക്തി നിയമത്തെ മറികടക്കുന്നതിന് ബോധ്യപ്പെടുത്താനാവും എന്ന് സോണി കേരളത്തിൽ ഇടതുമുന്നണിയിൽ അംഗമായി പുറത്തു ചാടിയതും അതിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാലം. 2015 മോദിയാവും തുടക്കം. പിന്നീട് ജയിൽ കൊണ്ടുവരുന്നു. കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര ജനസംഖ്യാ പഠന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ KS ജെയിംസ് രാജിവെച്ചു. കൗതുകകരമായ സംഭവ വികാസങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടന്നത്. JNUവിലെ പോപ്പുലേഷൻ സ്റ്റഡീസ് പ്രൊഫസറായിരുന്ന ജെയിംസ് 2018 ഒക്ടോബറിലാണ് അന്താരാഷ്ട്ര ജനസംഖ്യാ പഠന കേന്ദ്രം ഡയറക്ടറായി ചുമതല ഏറ്റത്. ദേശീയ കുടുംബാരോഗ്യ സർവേകൾ നടത്തുകയാണ് പഠന കേന്ദ്രത്തിന്റെ പ്രധാന ദൗത്യങ്ങൾ. പഠനകേന്ദ്രം നടത്തിയ ദേശീയ കുടുംബാരോഗ്യ സർവേ ഫലങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾക്ക് തിരിച്ചടിയായതോടെ ജെയിംസിന്റെ സ്ഥിതി കഷ്ടത്തിലായി. 2019 ഒക്ടോബർ 2 മോദി പറഞ്ഞു, സ്വച്ഛ് ഭാരത് മിഷനിലൂടെ എല്ലാവർക്കും കക്കൂസ് ലഭ്യമാക്കിയെന്ന്. എന്നാൽ 2021 പഠനകേന്ദ്രം സർവേ കണ്ടെത്തി 25% കിട്ടിയില്ല. ബീഹാറിലും ജാർഖണ്ഡിലും 40% വരെ ഇവ കിട്ടിയിട്ടില്ല. ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം എല്ലാവർക്കും കുക്കിംഗ് ഗ്യാസ് എത്തിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പഠനകേന്ദ്രം സർവേ കണ്ടെത്തി 40% ജനങ്ങൾക്ക് കുക്കിംഗ് ഗ്യാസ് ഇല്ല. സർവേയിൽ അനീമിയ ബാധിതരുടെ കണക്ക് എടുത്തില്ല. അത് ബോധപൂർവമാണെന്ന ആരോപണം ഉണ്ടായിരുന്നു. ഭാരതത്തിലെ കുട്ടികളിൽ 67%, സ്ത്രീകളിൽ 57% അനീമിക്കാണത്രേ. പ്രധാനമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായി അന്താരാഷ്ട്ര ജനസംഖ്യാ പഠന കേന്ദ്രത്തിന്റെ കണ്ടെത്തലുകൾ വന്നപ്പോൾ സർവേ ഫലം പുറത്തു വിടരുതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞുവത്രേ. ജെയിംസ് കേട്ടില്ല. അദ്ദേഹത്തോട് രാജി സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. അതും സമ്മതിച്ചില്ല. ജൂലൈ 28 ഭരണത്തിലെ ക്രമക്കേടുകൾ പറഞ്ഞ് ജെയിംസിനെ സസ്പെൻഡ് ചെയ്തു. ധനപരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി ഭാരതത്തിലെ അക്കാദമിക് സമൂഹം ശബ്ദമുയർത്തി. ആര് കേൾക്കാൻ? ജെയിംസ് ഓഗസ്റ്റ് 7 രാജി കൊടുത്തു.
സർക്കാരിന് അത് മതിയായിരുന്നു. സസ്പെൻഷൻ റദ്ദാക്കി, വിടുതൽ സർട്ടിഫിക്കറ്റും കൊടുത്തു. അദ്ദേഹം ഓസ്ട്രിയയിൽ പുതിയ ദൗത്യം ഉടൻ ഏറ്റെടുക്കുമെന്നാണ് വാർത്ത. ഓഡിറ്റർ ജനറലിന്റെ ചില റിപ്പോർട്ടുകളിൽ സർക്കാരിന് തലവേദന വന്നതോടെ ആ പരിശോധനകൾക്കും വിലക്ക് വീണു. മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിയപ്പോൾ വിലക്ക് മാറ്റി. പക്ഷേ ഫലം വരുമോ എന്ന് കണ്ടറിയണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. ആര് ഭരിച്ചാലും അവർ പറയുന്നത് പോലെ ഭരിക്കണം. നെഹ്റു ഒക്കെ പഴയ കഥ. ഇന്ദിര പോലും ആ വഴിയല്ലല്ലോ നടന്നത്. ഒക്ടോബർ 15-ന് വിഴിഞ്ഞം തുറമുഖത്ത് ഒരു ചൈനീസ് കപ്പൽ എത്തി. ഷെൻ ഹുവായ് 15. തുറമുഖ നിർമ്മാണത്തിന് വേണ്ട ക്രെയിനുകളുമായി വന്ന കപ്പലാണിത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചടങ്ങ് വലിയ ആഘോഷമാക്കി. മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് 3 മാസത്തിലേറെ തുറമുഖ സമരം നടത്തിയ തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ വിഴിഞ്ഞം ഇടവക വികാരിയും ചടങ്ങിൽ സംബന്ധിച്ചു. പിണറായി സർക്കാരിന്റെ PR സ്റ്റണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങിനെ ചിത്രീകരിച്ചത്. ക്രെയിനിന് ജലസല്യൂട്ട് കൊടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം 2024 മെയ് മാസത്തിൽ കമ്മീഷൻ ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത്. വിഴിഞ്ഞം തുറമുഖം എന്റെ കുഞ്ഞ് എന്ന് ഇപ്പോൾ ഇടതുപക്ഷവും അവകാശവാദം ഉന്നയിക്കുന്നു. ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, VS അച്യുതാനന്ദൻ, കരുണാകരൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ മുഖ്യമന്ത്രിമാരെ എല്ലാം ഓർത്തു. പക്ഷേ AK ആന്റണിയെ മറന്നു. അഹമ്മദ് ആന്റണിയെ മറന്നതിൽ ജാതിവൈര്യം കണ്ടവരുണ്ട്. പക്ഷേ അതായിരുന്നില്ല സത്യം. തുറമുഖ നിർമ്മാണം ചൈന കമ്പനിയുമായി കരാർ ഉണ്ടാക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാവും എന്ന് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന അദ്ദേഹം ഉറച്ച നിലപാട് എടുത്തിരുന്നത് കാലതാമസത്തിന് കാരണമായത്രേ. ക്രെയിൻ കപ്പൽ വന്നതിന്റെ ആഹ്ലാദാരവത്തിൽ ചൈന കപ്പലിനെ സ്വീകരിക്കുമ്പോൾ ചൈനക്കാർക്ക് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന ഭയം ഇല്ലാതില്ല. ഏതായാലും കപ്പലിൽ വന്ന ചൈനക്കാർക്ക് തീരത്തിറങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി 4-ാം ദിവസവും കൊടുത്തില്ല എന്നതുകൂടി കൂട്ടി വായിക്കണം. ചരിത്രം പറയാൻ പോകുന്ന കഥ എന്താവുമോ? അധ്യക്ഷ പ്രസംഗം നടത്തിയ അഹമ്മദ് ദേവർകോവിൽ മറന്ന ചിലരുണ്ട്. അദ്ദേഹത്തെ പോലെ തുറമുഖ വകുപ്പ് മന്ത്രിമാരായിരുന്ന MV രാഘവൻ, K ബാബു എന്നിവരെയെങ്കിലും അദ്ദേഹം ഓർക്കണമായിരുന്നു. ചടങ്ങിൽ സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ സംബന്ധിച്ച് അസാധ്യം എന്ന വാക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ചടങ്ങ് അവസരമാക്കി. ഇടതു സർക്കാർ മനസ്സ് വച്ചാൽ കഴിയുന്ന കാര്യം തന്നെയാണ് അത്. കാരണം എല്ലാ വികസന നീക്കങ്ങളെയും എതിർത്തവരാണ് അവർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആദ്യ വിമാനം ഇറങ്ങുന്നത് എന്റെ നെഞ്ചത്തുകൂടിയാവും എന്ന് പറഞ്ഞ് സമരം ചെയ്ത CPM നേതാവ് ശർമ്മ പിന്നീട് വിമാനത്താവള ഭരണസമിതി അംഗമായി. ഗെയിൽ ഗ്യാസ് പദ്ധതിയെ കൊച്ചിയുടെ അടിയിലൂടെ തീബോംബ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തിയ CPM നേതാവ് P രാജീവ് 2ാം പിണറായി സർക്കാരിൽ മന്ത്രിയായി. അവർ നടപ്പാക്കിയ വികസന പദ്ധതികളിൽ ഗെയിലാണ് മുന്നിൽ. ദേശീയപാത വികസനത്തിന് കൊടികുത്തി സമരം ചെയ്തവർ കൊടിമടക്കി പാത പണിതു. ഇതെല്ലാം പിണറായി ഭരിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ സമരവുമായി വരുമായിരുന്നു. തുറമുഖം സംബന്ധിച്ച് ഉമ്മൻചാണ്ടി തീരുമാനം എടുക്കുമ്പോൾ അതിനെ 6000 കോടിയുടെ കടൽക്കൊള്ള എന്നാണ് CPM വിളിച്ചത്. ഇത്തരം വികസന വിരുദ്ധ സമീപനം എന്നും അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. CPM ഭരണകാലത്ത് എന്ത് വികസനം എന്ന് ചോദിക്കത്തക്ക വിധം ഇത്തരം വലിയ പദ്ധതികളൊന്നും അവരുടെ കാലത്ത് വരാറില്ല. വികസന വിരോധികൾ എന്ന പട്ടം നേടത്തക്ക പണികളാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ വ്യത്യസ്തനാകാൻ പിണറായി ശ്രമിച്ചു നോക്കി. KSRTC പോലുള്ള സ്ഥാപനങ്ങളിൽ തച്ചങ്കരിയെ പോലെ സമർത്ഥരെ നിയോഗിച്ചു. തച്ചങ്കരി പലതും കാണിച്ചു. കോർപ്പറേഷൻ സ്വന്തം വരുമാനത്തിൽ നിന്നും 1 മാസം ശമ്പളം കൊടുത്തു. പക്ഷേ സഖാക്കൾ തിരുത്തിച്ചു. തച്ചങ്കരി അകത്തു കയറി. ഇത്തരം പുനരുദ്ധാരണങ്ങൾ പിണറായിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ നടക്കുന്നില്ല. ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാമായിരുന്നു. കോർപ്പറേഷനിൽ മാത്രമല്ല, വൈദ്യുതി ബോർഡിലും, എന്തിന് സർക്കാർ ആശുപത്രികളിൽ വരെ. അതുണ്ടാകാതെ കേരളം രക്ഷപ്പെടില്ല. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.